ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു യൂട്യൂബിൽ ഒരു ആത്മീയമായ ഒരു കാര്യം കണ്ടതിങ്ങനെയാണ്. അതിങ്ങനെയാണ്, ഉഗാണ്ടയിലെ ജനങ്ങൾ അവർ സംസാരിക്കുന്നത്, ഉഗാണ്ടയിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ നമുക്ക് പൊട്ടത്തല വന്നത്, നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ഭാഷാപത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഭാഷയാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യം പഠിച്ചു. ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ ഭാഷയില്ല. ഏത് ഭാഷ, നമുക്ക് ഏത് വാക്ക് വായി വന്നാലും ഒരു സ്വർഗവുമായിട്ടുള്ള കണക്റ്റഡാണ്. ഹല്ലേലൂയ. ഉഗാണ്ടയിലെ ജനങ്ങൾ എനിക്ക് അയച്ചു ഇതാണോ അവിടെ ഭാഷ എന്ന് കേട്ടത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ആത്മാവിൽ ഭാഷാപരത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ പറയും, ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ പറയും, എന്ത് കോലാനത്, എന്ത് പോക്കരത്തരമാണ്, ഏത് ഭാഷയാണ് അല്ലേ നമ്മളിതൊക്കെ പറയുന്നത്. ഇത് സ്വർഗത്തിന്റെ ഭാഷയാണ്. സ്വർഗം നമുക്ക് നൽകിയിരിക്കുക, സ്വർഗത്തോട് സംസാരിക്കുന്ന, സ്വർഗത്തിന് മാത്രമേ ഈ ഭാഷ മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നിങ്ങൾ ഭാഷാപരത്തോടെ സ്തുതിക്കണം. മനസ്സിലായോ? ഭാഷാപരത്തോടെ ഏത് ഭാഷ ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിച്ചാലും സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക ഗിഫ്റ്റാണ്. ദൈവത്തോട് ആത്മാവിൽ നമ്മുടെ കണ്ണുനീരിന്റെ വേദനയുടെ കഥകൾ പറയുന്നതാണ് ഭാഷ. കരമടിച്ച് സ്തുതിയെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ സ്തുതിക്കാം, ആരാധിക്കാം. നമുക്ക് ദൈവത്തെ ഇന്ന് നമ്മുടെ ദാവീദുമാർ റെഡിയായി നിൽക്കാന്ന് പറയാം. ദാവീദ് അനേകം ദാവീദുമാര് ഇവിടെയുണ്ട്. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, കെട്ടുകൾ അഴിയുവാൻ, ചങ്ങലകൾ ഇറങ്ങി സ്വർഗത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ. ഇത് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് സ്വർഗത്തിന്റെ സിംഹാസനത്തെ നമ്മൾ പിടിച്ചു കുലുക്കും. കാര്യം പഠിച്ചു സ്തുതി. ആത്മാവിനെ ശക്തമായ ഒരു ചെറിയ തമാശ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. കാര്യങ്ങൾ അഭിഷേക ശുശ്രൂഷയിലേക്ക് കടക്കാം, ആരാധനയിലേക്ക് നമുക്ക് കടക്കാം. ചേർന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം സ്വർഗത്തിൽ ഒരു പുഴു ചെന്നത്, ആരാണ് പുഴുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പുഴു ചാടി കിടക്കുന്ന പുഴു സ്വർഗത്തിൽ ചെന്നിട്ട് വിളിക്കുകയാണ്, യേശുവേ യേശുവേ യേശുവേ, വാതിൽ തുറക്ക് യേശുവേ, വാതിൽ തുറക്ക് യേശുവേ. ഈ പുഴുവിന്റെ നിലവിളി കേട്ടിട്ട് ഈശോ പത്രോസിനോട് പറഞ്ഞു, പത്രോസെ ആരോ അവിടെ നിലവിളിക്കുന്നില്ല, നീ ചെന്ന് നോക്കാൻ പറഞ്ഞു. പത്രോസ് ചെന്ന് നോക്കുമ്പോൾ ഒരു പുഴു കിടന്നിങ്ങനെ നിലവിളിക്കുക, വാതിൽ കിടന്നു. പത്രോസ് ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ പുഴു പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ കയറണം, സ്വർഗത്തിൽ കയറണം. അപ്പൊ പത്രോസ് പറഞ്ഞു, പുഴുവിനെ നിരാശപ്പെടുത്തിക്കൊണ്ടല്ല പത്രോസ് പറഞ്ഞ്, പുഴുവിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പത്രോസ് പറഞ്ഞു, അതേ പുഴു ഇത് നോക്കി, ഇവിടെ ശ്രദ്ധിച്ച്, പുഴുവിനോട് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് നമുക്കുള്ള തുടക്കത്തിലുള്ള മെസ്സേജ്. പുഴുവിനോട് പറയുകയാണ്, അതേ പുഴു, ഈ രൂപത്തിൽ നിനക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഭൂമിയിലേക്ക് പോയിട്ട് നീ ചിത്രശലഭമായി മാറി നീ പറക്കണം, പറന്ന് സ്വർഗത്തിലേക്ക് ഉയരണം. കരമെടുത്ത് സ്തുതിച്ചേ ഹല്ലേലൂയ. ഈ പുഴുവിനെ പൂമ്പാറ്റയാക്കി മാറ്റുന്ന അഭിഷേകത്തിന് പറയുന്ന പേരാണ് പരിശുദ്ധാത്മാ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. ഇത് റോയി ബ്രദറാണ്, അമല ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൻ. ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ഓർക്കുകയാണ്, സ്നേഹിതനായ ഒരു ബ്രദർ,